ഇതേ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെയും അടിത്തറ തന്നെ പൊളിയാൻ സാധ്യതയുണ്ട്. ഈ പോലീസ് എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് അവർ ചെയ്യുന്ന തൊഴിലിനോടും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഉള്ളൊരു ബഹുമാനം പ്ലസ് പേടി അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നിലനിൽക്കുന്നത്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ല, ഒരു പൂരപ്പറമ്പിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആകെ 100 പോലീസുകാരെ ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 100 പോലീസുകാരോടുള്ള ബഹുമാനവും പേടിയും കൊണ്ട് 1000 ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഇതേപോലെ പോലീസിൻ്റെയും MVD-യുടെയൊക്കെ വില കളയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 1-2 കൊല്ലത്തിനിടയ്ക്ക് ഒരു ലോഡ് പോലീസുകാർ ഇറങ്ങിയാൽ പോലും പൊതുജനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിത്തറ തന്നെ പൊളിയാനുള്ള സാധ്യതയുണ്ട്. പോലീസുകാർക്കൊക്കെ അട്ടികൊണ്ട് തിരിയാനുള്ള ചാൻസ് കാണാണ്ട് ഇതേപോലെ കൈയിട്ട് നക്കാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ MVD ആണെങ്കിലും ശരി, പോലീസ് ആണെങ്കിലും ശരി, ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ അണ്ടർവെയറിനകത്ത് കൈയിടുന്ന പരിപാടി നിർത്തിയില്ലെങ്കിൽ അട്ടി കൊണ്ട് നട്ടം തിരിയും. ഗതികേടാണ്.